ബ്യൂട്ടി പേഴ്സണൽ കെയർ ബ്രാൻഡായ നൈക്കയുടെ ഓഹരികൾ ഇന്ന് 2% നേട്ടത്തിലാണ് നിലവിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 195.5 എന്ന പുതിയൊരു 52 ആഴ്ചയിലെ ഉയരത്തിലാണ് നിലവിൽ ട്രേഡ് നടക്കുന്നതും. ഒരിടവേളയ്ക്ക് ശേഷമാണ് നൈക്ക ഓഹരികൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധയാകർഷിക്കുന്നത്. പോസിറ്റീവ് Q3 അപ്ഡേറ്റ്സുകളൊക്കെ തന്നെയാണ് സ്റ്റോക്കിനെ ഒരു പുതിയ ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 2023 ഏപ്രിൽ 26 രേഖപ്പെടുത്തിയിട്ടുള്ള 114.25 എന്നുള്ളൊരു നിലവാരമായിരുന്നു ഓഹരിയുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നില. നിലവിൽ 191 രൂപയും കടന്നാണ് ഓഹരി മുന്നോട്ട് പോകുന്നത്. നൈക്കയുടെ മാതൃ കമ്പനിയായ FSNE ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ ഓഹരികൾ തുടർച്ചയായ ഒരു 5th കോൺസിക്യൂട്ടീവ് സെഷനിലാണ് നേട്ടം നൽകുന്നത്. നിലവിലെ നേട്ടത്തോടെ നൈക്കയുടെ അഡ്ജസ്റ്റഡ് IPO വിലയായ 187.25 ഉയരത്തിലാണ് നിലവിലെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. 2021 1125 രൂപയുടെ IPO വിലയിലാണ് ഓഹരി സ്റ്റോക്ക് മാർക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതായത് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിക്കുള്ള സാധ്യതകളിലേക്കാണ് എന്ന് പറയാം. 200 രൂപ നൈക്കയുടെ ഒരു കീ ലെവലാണ്. കാരണം 2022 നവംബർ മുതൽ ഈ ലെവലുകൾക്ക് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നടത്തിയിട്ടില്ല. കഴിഞ്ഞ 15 മാസമായി സ്റ്റോക്ക് ലോവർ എൻഡിൽ 114 രൂപയും അപ്പർ എൻഡിൽ 196 രൂപ റേഞ്ചിലുമാണ് ഒരു സ്റ്റക്കായിരിക്കുന്നത് എന്ന് പറയാം. സോ 200 എന്ന ലെവൽ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കമ്പനിയുടെ ഡിസംബർ പാദത്തിലെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ അതായത് BPC സെഗ്മെന്റിൽ ഗ്രോത്ത് പ്രകടമാക്കി അറ്റ സെയിൽസ് വാല്യൂ റൈസിംഗ് അതായത് കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ 20% ഒരു ഗ്രോത്ത് കൂടി ഈ ഒരു സെഗ്മെന്റിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഡിസംബർ പാദത്തിൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 25 മുതൽ 30% വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് കണക്കാക്കുന്നത്. ബ്രോക്കറേജ് ആയിട്ടുള്ള HSBC ഒരു സ്റ്റോക്കിന് മേൽ ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. നേരത്തെ 240 രൂപയിലായിരുന്നു ടാർഗറ്റ് വില നിശ്ചയിച്ചിരുന്നത്. അതാണിപ്പോൾ 250 രൂപ എന്നുള്ള ഒരു നിലയിലേക്ക് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ബ്രോക്കറേജ് 33% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ കാണുന്നത്. നൈക്കയുടെ BPC സെഗ്മെന്റിലെ ഒരു ലോങ് ടേം വാല്യൂ പിടിച്ചെടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് സ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ നൈക്ക എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ എൻറ്റയർ BPC സെഗ്മെന്റിലെ ലോങ് ടേം വാല്യൂ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള ഒരു കമ്പനി ആണെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ബ്യൂട്ടി ആൻഡ് ഫാഷൻ പ്ലാറ്റ്ഫോം 2030 3.5 മടങ്ങ് വളരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിൽ വെറും 350 എന്ന സ്റ്റോർ കപ്പാസിറ്റിയിൽ നിന്നും 2023 1000 എന്നുള്ള ഒരു വലിയ നമ്പറിലേക്ക് എത്തിക്കാനാണ് നൈക്കയ്ക്ക് സാധിച്ചിട്ടുള്ളത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 2000 സ്റ്റോറുകൾ കടക്കുമെന്നും കമ്പനി കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. FSNE ഇ-കൊമേഴ്സിന്റെ NSV അതായത് നെറ്റ് സെയിൽസ് വാല്യൂ വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 20% ആയിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഫാഷൻ യൂണിറ്റിലെ ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂ ഏകദേശം 40% ഇയർ ഓൺ ഇയർ വളർച്ച കൂടി കൈവരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഓർഡർ വോള്യൂം ഗ്രോത്ത് ഹെൽത്തിയും കൺസിസ്റ്റന്റുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ശക്തമായിട്ടുള്ള ഒരു കസ്റ്റമർ ഡിമാൻഡാണ്. കൂടാതെ നൈക്ക ഉൽപ്പന്നങ്ങൾക്ക് വിപണികളിൽ ലഭിക്കുന്ന സ്വീകാര്യതയും നേട്ടമാകുന്നുണ്ട്. 54,530 കോടിയിലധികമാണ് നിലവിൽ ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. കമ്പനിയുടെ 9.84% ഓഹരികൾ FIIകളുടെ പക്കലും 14.3% DIIകളുടെ പക്കലുമാണ്. 24%-ലധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണേഴ്സിലുമാണ്. മറ്റ് ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കടന്നാൽ വാർഷിക അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 36.3% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തന വരുമാനം 3773.93 കോടി രൂപയാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ ഇത് 5143.8 കോടി രൂപയായിരുന്നു. ലാഭം 2022 സാമ്പത്തിക വർഷത്തിൽ 41.8 കോടിയായിരുന്നു. അത് 2023 സാമ്പത്തിക വർഷത്തിൽ 19.26 കോടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസരത്തിൽ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് മറ്റ് പെർഫോമൻസ് ചാർട്ടിലേക്ക് കൂടി ഒന്ന് പോകാം. ഈ ഒരു വർഷത്തിൽ ഇയർ ടു ടിൽ ഡേറ്റ് പരിശോധിക്കുമ്പോൾ നൈക്കയുടെ ഓഹരികൾ 10.2%-ലധികമാണ് മുന്നേറ്റം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഓഹരികൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് 188 രൂപ എന്നുള്ള ഒരു നിലയ്ക്കും അവിടെ നിന്നും 195 ഇന്നത്തെ വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻട്രാഡേ ഹൈ ലെവൽ എന്ന് പറയുന്നത്. നിലവിൽ 191.4 എന്നുള്ള റേഞ്ചിലാണ് FSNE ഇ-കൊമേഴ്സിന്റെ ഓഹരികൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.